വേദനാജനകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. നമ്മുടെ കൂടെ ഇത്രയും മണിക്കൂർ നമ്മളിൽ ഒരാളായി നിന്നിരുന്ന പലരും നമ്മെ വിട്ട് പിരിയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അത്തരത്തിലൊരു വാർത്ത 13 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പേടിപ്പെടുത്തുന്ന വാർത്ത ഇനിയും ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നിലവിൽ 13 മരണം റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലായി 18-ലധികം പേർ ചികിത്സയിലാണ്. പടക്ക സമയത്ത് ഏകദേശം 40ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതിൽ പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനായി പടക്കങ്ങൾ ഒരുക്കിയിരുന്ന താൽക്കാലിക പുരയിലാണ് ഉച്ചയ്ക്ക് 3:30 വൻ സ്ഫോടനമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് RDO അന്വേഷിക്കുന്നുണ്ട്. സമീപ പ്രദേശത്ത് മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയാണ് ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കുന്നത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട പലരും ഇപ്പോൾ അത്ഭുതകരമാണ്. തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കാര്യം തനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നു. വീടിന്റെ ജനലുകളൊക്കെ തന്നെ ഈ പ്രകമ്പനത്തിൽ തകർന്നു പോയിട്ടുണ്ട് എന്ന് വിവരം വരുന്നുണ്ട്. പാടശേഖരങ്ങളിൽ ചിതറിയ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. സ്ഫോടനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന അതിദാരുണമായ കാഴ്ചകളാണ് മുണ്ടത്തിക്കോട്ടെ പാടശേഖരങ്ങളിൽ ഉള്ളത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിപ്പോയി. ശരീരഭാഗങ്ങൾ സമീപത്തെ പാടശേഖരങ്ങളിൽ നിന്നുമാണ് കണ്ടെടുക്കുന്നത്. പടക്ക നിർമ്മാണത്തിനായി ഒരുക്കിയിരുന്ന 5 താൽക്കാലിക പുരകളിലും തീ പടരുകയും അവ പൂർണ്ണമായും തകരുകയും ചെയ്തു. പ്രദേശത്ത് ഇപ്പോഴും ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. പുക നിറഞ്ഞ അന്തരീക്ഷം കാരണം രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. രക്ഷാപ്രവർത്തനവും വെല്ലുവിളികളും നിറയെയുണ്ട്. കെട്ടിടങ്ങൾക്കിടയിലും സ്ഫോടക വസ്തുക്കൾ ഇനിയും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രതയോടുകൂടി മാത്രമേ ഫയർഫോഴ്സ് നീങ്ങാൻ കഴിയുകയുള്ളൂ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ജീവനും പണയം വെച്ചുകൊണ്ടാണ് അവർ തിരച്ചിലിനായി ഇറങ്ങുന്നത്. പടക്ക സമയത്ത് കൃത്യം എത്ര പേർ ജോലിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. എന്നാൽ 40-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. വിശാലമായ പാടശേഖരത്തിന് നടുവിലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് വെടിക്കെട്ട് പുരകൾ പ്രവർത്തിച്ചിരുന്നത്. ഇവിടേക്ക് വാഹനങ്ങൾക്കോ ആംബുലൻസിനോ എത്താൻ ഒരു പാത പോലും ഉണ്ടായിരുന്നില്ല. മിനിറ്റുകൾ വൈകുന്നത് ജീവനുകൾ നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ സമീപത്തെ വീടിന്റെ മതിൽ തകർത്താണ് അഗ്നിശമന സേനയും ആംബുലൻസുകളും ദുരിതസ്ഥലത്തേക്ക് എത്തിയത്. കനത്ത പുകയും ചൂടും കാരണം നേരിട്ടിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് ഉള്ളിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. മനുഷ്യർക്ക് എത്താൻ കഴിയാത്ത മേഖലകളിലെ തീ അണയ്ക്കുന്നതിനായി എറണാകുളത്ത് നിന്നും റോബോട്ടിക് സംവിധാനം എത്തിക്കാൻ ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഉത്തരവ് ഇട്ടിട്ടുണ്ട്. തൃശൂരിലെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട തൊഴിലാളി കളത്തിൽ തിരി ഉണക്കാനിടുന്നതിനിടെ നിമിഷ നേരം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ചൂട് കാരണമാകാം അപകടമുണ്ടായതെന്നും രക്ഷപ്പെട്ടത് സെക്കൻഡുകൾ കൊണ്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞാൻ നിൽക്കുന്നിടത്തേക്ക് തീ പിടിക്കുകയായിരുന്നു. കളത്തിൽ തിരി ഉണക്കാനിടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തിരി കത്തുന്നത് കണ്ടതോടുകൂടിയാണ് ഇറങ്ങി ഓടിയത്. ചൂട് കൊണ്ടാകാം കത്തിയത് എന്നാണ് കരുതുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശബ്ദത്തോടെ കത്താൻ തുടങ്ങുകയായിരുന്നു. അത് കണ്ട് ഉടൻ തന്നെ വീണ് മറിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയായിരുന്നു. പിന്നാലെ മുഴുവൻ പൊട്ടാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നില്ല. 2-3 സെക്കൻഡുകൾ കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. വേലിക്കമ്പി എടുത്ത് ചാടിയാണ് പാടത്തേക്ക് എത്തിയത്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആർക്കെങ്കിലും ഓടാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2-3 സെക്കൻഡുകൾ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ എല്ലാം പൊട്ടിത്തെറിച്ച് വലിയ തീഗോളമായെന്നാണ് അദ്ദേഹം വളരെ ഭയത്തോടു കൂടി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി ഇതെന്തേന്ന് നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറുവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നെ എടുത്തു കൂട്ടി. 2-3 ഷെഡ്, അത് 3 ഇല്ല. അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ അറിയില്ല. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിലേറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ
തീ പോലുള്ള വേര് ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടിമരുന്ന് തീ അത് ഓൾറെഡി വെയിറ്റിടില്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം സാമ്പിളിന് എല്ലാ സാധനങ്ങളും ഒതുങ്ങി യാതൊരു കുഴപ്പമില്ല. ഇനി നാളത്തെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിന്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോളം അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതെല്ലാം ഇപ്പോ വെടിക്കെട്ടില് പോയി എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങ് ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന് കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്താ ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്തിൽ തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത് ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തിയത്. 2-3 സ്ഫോടനത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം. 5 പേർ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ്. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ പൂരയിലാണ് അപകടമുണ്ടായത്. തൃശൂർ പൂരം ഈ വർഷം ഇനി നടത്തില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും സ്ഫോടനം നടക്കുകയാണ്. 5 താൽക്കാലിക പുരകളാണ് ഉണ്ടായിരുന്നത്. 5ഇടത്തും തീ പടർന്നു. സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനടക്കം പ്രദേശത്ത് പുക നിറഞ്ഞതിനാലും രക്ഷാപ്രവർത്തനത്തിന് നേരിയ തടസ്സം നേരിടുന്നുണ്ട്. പടക്ക നിർമ്മാണശാലയിൽ എത്ര പേർ ജോലിക്ക് ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തതയില്ല. പലരും ചിതറിത്തെറിച്ചു പോയെന്നാണ് സംശയം. ശരീരഭാഗങ്ങൾ പാടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വരുന്നുണ്ട്. ദുരിതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം തേടുമെന്ന് സർക്കാർ അറിയിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും പ്രത്യേക സംഘങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. കാണാതായവർക്കായി പാടശേഖരങ്ങളിലും അവശിഷ്ടങ്ങൾക്കിടയിലും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം ഇനിയും മരണസംഖ്യ ഉയരരുതേ എന്നുള്ളത്. എത്രയും വേഗം സംഭവ സ്ഥലത്തേക്ക് ജനങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. കഴിയുന്നതും ജനങ്ങൾ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്താതിരിക്കുക. ഫയർഫോഴ്സ് സംഘം അവരുടെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് അത് മാത്രം ആണ് ഈ ഒരു ഘട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം അവരുടെ ജീവനും അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന പാടശേഖരങ്ങൾ തെറിച്ചു വീണ ശരീരഭാഗങ്ങൾ മാത്രവുമല്ല കിലോമീറ്ററുകൾക്കപ്പുറം വീടുകളിലെ ജനലകൾ പൂർണ്ണമായി തകർന്നൊരു സാഹചര്യം. ഭൂമി പിളർന്ന പോലെ, ഭൂമി വിറങ്ങലിച്ചത് പോലെയുള്ള ഒരു അവസ്ഥ ആണ് ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ പൂരം, ആവേശഭരിതമായ തൃശ്ശൂർ പൂരത്തിന് തൊട്ടു മുൻപ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല.